Good afternoon. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പാർട്ടിക്കിൾ ഫിസിക്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്താണ് ഓൺ ദ ബേസ് ഓഫ് സ്പിന്നിന്റെ ബേസിസിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഫെർമിയോൺസിലെ ലെപ്റ്റോൺസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ലെപ്റ്റോൺസിന്റെ എന്താണ് സ്പിന്ന് പറഞ്ഞു, അതിൽ വന്ന പാർട്ടിക്കിൾസ്, ലെപ്റ്റോൺ നമ്പർ എന്താണ്, വാട്ട് യു മീൻ ബൈ ലെപ്റ്റോൺ നമ്പർ കൺസർവേഷൻ, ആൻഡ് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ ഫോർബിഡൻ ആണോ അലൗഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ബേരിയോൺ. ഓക്കെ, അതായത് ഫെർമിയോൺസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ലെപ്റ്റോണും ബേരിയോണും. അത് നമ്മൾ ലെപ്റ്റോൺസിന്റെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ദേ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻ. അതായത് സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ അവർ എന്ത് ചെയ്യുന്നില്ല, ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവരെയാണ് നമ്മൾ ലെപ്റ്റോൺസ് എന്ന് പറയുന്നത്. സോ ലെപ്റ്റോൺസ് ആർ ദ ഫെർമിയോൺസ് ദാറ്റ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻ. സോ അപ്പൊ എന്തായിരിക്കും ബേരിയോൺസ്? ബേരിയോൺസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ദേ ആർ ദ ഫെർമിയോൺസ് that take part in strong interaction. Strong interactionil take part ചെയ്യുന്ന ഫെർമിയോൺസിനെയാണ് നമ്മൾ ബേരിയോൺസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം what you mean by baryons. Okay, the baryons are the fermions that interact with a strong nuclear force is called baryons. അപ്പൊ baryons എന്ന് പറയുന്നത് ഒരു ഫെർമിയോൺ ആണ് എന്ന് നമുക്കറിയാം. എത്രയാണ് ഫെർമിയോൺസ് ആകുമ്പോൾ അതെന്താണ്, ഹാഫ് സ്പിൻ അല്ലെങ്കിൽ എന്താണ് ഹാഫ് ഇന്റിജർ സ്പിന്നുള്ള ഒരു പാർട്ടിക്കിൾ ആണ് എന്ത് പറയുന്നത്, നമ്മളുടെ ഫെർമിയോൺസ് എന്ന് പറയുന്നത്. അതിലൊരാളാണ് ബേരിയോൺസ്. നമ്മൾ ലെപ്റ്റോൺസും ബേരിയോൺസും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തിന്റെ ബേസിസിലെ? ഓൺ ദ ബേസിസ് ഓഫ് ദി സ്ട്രോങ് ഇന്ററാക്ഷൻ. സ്ട്രോങ് ഇന്ററാക്ഷനിൽ പങ്കെടുക്കുന്ന ആളാണ് ആര്? നമ്മളുടെ ബേരിയോൺസ്. സോ ബേരിയോൺസ് ആർ ദ ഫെർമിയോൺസ് ദാറ്റ് ഇന്ററാക്ട് വിത്ത് എ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്തായിരുന്നു ലെപ്റ്റോൺസ്? നേരെ ഓപ്പോസിറ്റ്. ദേ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻ, while the baryons are the fermions that interact with a strong nuclear force. Now, based on the mass or the slight variation in the mass, എന്താണ് മാസിലുള്ള ഒരു വേരിയേഷൻ കൊണ്ട് അല്ലെങ്കിൽ മാസിന്റെ ബേസിസിലെ the particle in a baryon are classified into nucleon and hyperon. എന്താ പറഞ്ഞിട്ടുള്ളത്? മാസിന്റെ വേരിയേഷൻസിന്റെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ ദ വേരിയേഷൻ ഇൻ മാസ്, ദ ബേരിയോൺ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്തായിട്ട് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെയാണ്? ന്യൂക്ലിയോൺ ആൻഡ് ഹൈപ്പറോൺ. ന്യൂക്ലിയോൺ ആൻഡ് ഹൈപ്പറോൺ, ഇങ്ങനെ രണ്ട് ഇതാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് വേരിയേഷൻ ഇൻ മാസ്. മാസിലുള്ള വേരിയേഷന്റെ ഡിഫറൻസിൽ we are classified the baryons into two, nucleon and hyperons. So മാസിന്റെ ഡിഫറൻസിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? സോ അതിൽ ലൈറ്റ് മാസ് എന്താണ്, ലൈറ്റ് മാസ് ഉള്ള ബേരിയോൺസിനെ നമ്മൾ എന്ത് പറയുന്നു? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നു. ലൈറ്റ് മാസ് ഉള്ള ആളെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നു. സോ ഹെവി മാസ് ഉള്ള ബേരിയോൺ നമ്മൾ ഹൈപ്രോൺ എന്ന് പറയുന്നു. ഓക്കെ, സോ കൺഫ്യൂസ്ഡ് ആവരുത്. ഫെർമിയോൺസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അതാണ് ലെപ്റ്റോൺസും ബേരിയോൺസും. ദെൻ ബേരിയോൺസിനെ നമ്മൾ വീണ്ടും അഗെയിൻ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു, ന്യൂക്ലിയോൺസ് ആൻഡ് ഹൈപ്രോൺ, ബേസ്ഡ് ഓൺ ദ വേരിയേഷൻ ഇൻ മാസ്. സോ ആരൊക്കെയാണ് ന്യൂക്ലിയോൺസിൽ പെടുന്നത്? നോക്കേ, ന്യൂക്ലിയോൺസ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ന്യൂക്ലിയോൺ എന്ന് അറിയാം നമ്മൾ പറയുന്നത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും. സോ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, ദേ ടുഗെദർ കാൾഡ് ന്യൂക്ലിയോൺ. ദെൻ ഹൈപ്പറോൺ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്? ലാംഡ, സിഗ്മ, ദിസ് ഈസ് കാസ്കേഡ് അല്ലെ? കാസ്കേഡ്, then എന്താണ് ഒമേഗ ആൻഡ് ഡെൽറ്റ. സോ ദീസ് ആർ ദ പാർട്ടിക്കിൾ ദാറ്റ് belongs to ഹൈപ്പറോൺ. ഹൈപ്പറോണിൽ വരുന്ന ലാംഡ, സിഗ്മ, കാസ്കേഡ്, ഒമേഗ ആൻഡ് ഡെൽറ്റ. ആൻഡ് സ്പിൻ നമുക്ക് ഓൾറെഡി അറിയാം. ബേരിയോൺസ് ആകുമ്പോൾ അവർ എന്ത് സ്പിൻ ആയിരിക്കും? ഹാഫ് ഇന്റിജർ സ്പിൻ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ഫെർമിയോൺ അല്ലെ? ബേരിയോൺസ് എന്ന് പറയുന്ന ഫെർമിയോൺസിൽ പെടുന്ന ആളുകളാണ്. സോ അവർക്ക് ഹാഫ് ഇന്റിജർ സ്പിൻ ആയിരിക്കും. അതിന് ന്യൂക്ലിയോൺസിൽ 1/2 ആണ്. ദാറ്റ് മീൻസ് പ്രോട്ടോണിനും ന്യൂട്രോണിനും ദേ ഹാവ് സ്പിൻ ഓഫ് 1/2. ദെൻ സ്പിൻ ഓഫ് ലാംഡ, സിഗ്മ, കാസ്കേഡ്, ഇതിന് മൂന്നും സ്പിൻ എന്താണ്? 1/2 ആണ്. വൈൽ ഒമേഗ മൈനസ് ആൻഡ് ഡെൽറ്റ, ഒമേഗയുടെയും ഡെൽറ്റയുടെയും സ്പിൻ എന്ന് പറയുന്നത് 3/2 ആണ്. ഓക്കെ, ഹാഫ് ഇന്റീജർ സ്പിൻ, സോ 3/2 ആണ്. മാറിപ്പോയത് സ്പിൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ്. ന്യൂക്ലിയോൺസിന്റെ ആണെങ്കിൽ ഹാഫ് ആണ്. ലാംഡ, സിഗ്മ, കാസ്കേഡ് അതിന്റെയും ഹാഫ് ആണ്. ഒമേഗയുടെയും ഡെൽറ്റയുടെയും സ്പിൻ എന്ന് പറയുന്നത് 3/2 ആണ്.
ഓക്കെ, സോ ഇത്രയാണ് ബേരി. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. പാർട്ടിക്കിൾസ് നോക്കിയേ, ബേരിയോൺസിനെ നമ്മള് ന്യൂക്ലിയോൺ ആൻഡ് ഹൈപ്രോൺസ് ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. സോ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും. ഹൈപ്രോൺസിന്റെ ഡിവിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലാംഡ, സിഗ്മ, കാസ്കേഡ്, ഒമേഗ, ഡെൽറ്റ അല്ലെ. അപ്പൊ ഇത് നോക്കിയേ, ലാംഡ 0, ദെൻ എന്താണ് സിഗ്മ പ്ലസും സിഗ്മ മൈനസും. സിഗ്മ പ്ലസിന്റെ, ശ്രദ്ധിക്കണേ, സിഗ്മ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ അല്ല സിഗ്മ മൈനസ്. നമ്മൾ ഇന്നലെ ലെപ്റ്റോൺ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, ഇതാ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ഇ പ്ലസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ലെപ്റ്റോൺ നമ്പർ എഴുതുമ്പോൾ ഇലക്ട്രോണിന്റെ +1 ആണെങ്കിൽ അതിന്റെ ആന്റി പാർട്ടിക്കിളിന്റെ -1 എന്ന് എഴുതിയിരുന്നു. പക്ഷെ ഇവിടെ സിഗ്മ പ്ലസും സിഗ്മ മൈനസും എന്തല്ല, ആന്റി പാർട്ടിക്കിൾ അല്ല. ഇവരുടെ ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ സിഗ്മ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ഒരു ബാർ വരക്കാം, സിഗ്മ പ്ലസ് ബാർ അല്ലെങ്കിൽ സിഗ്മ മൈനസ് ബാർ. സോ ഇതെല്ലാം ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ആണ്. ഇത് രണ്ടും എന്താണ്, ആന്റി പാർട്ടിക്കിൾ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മളുടെ ലെപ്റ്റോണിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ ഹൈപ്രോണിന്റെ കേസിൽ ഇതാ കാസ്കേഡ് മൈനസ്, കാസ്കേഡ് 0, ഒമേഗ മൈനസ്. ഇവിടെ കണ്ടോ, ഡെൽറ്റ പ്ലസും ഉണ്ട് ഡെൽറ്റ മൈനസും ഉണ്ട്. പക്ഷെ ഡെൽറ്റ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ അല്ല ഡെൽറ്റ മൈനസ്. ഹൈപ്പറോണിന്റെ കേസിൽ ഡെൽറ്റ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ അല്ല ഡെൽറ്റ മൈനസ്. ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസും സെപ്പറേറ്റ് പാർട്ടിക്കിൾ തന്നെയാണ്. അവരുടെ കറസ്പോണ്ടിങ് ആന്റി പാർട്ടിക്കിൾ കിട്ടണമെങ്കിൽ വി ഹാവ് ടു പുട്ട് എ ബാർ എബൌട്ട് ദം. അങ്ങനെയാണെങ്കിൽ അവരുടെ എന്ത് കിട്ടി, കറസ്പോണ്ടിങ് ആന്റി പാർട്ടിക്കിൾ കിട്ടും. ഓക്കെ, സോ ഇന്നലെ ലെപ്റ്റോൺസിന്റെ പോലെ ഹൈപ്രോൺസിന് വരുമ്പോൾ ആന്റി പാർട്ടിക്കിൾസ് കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ബാർ, അതിന്റെ മുകളിൽ നമ്മളൊരു ബാർ വെച്ചാൽ അതാണ് അവരുടെ ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അല്ലാതെ സിഗ്മ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ അല്ല സിഗ്മ മൈനസ്. സിഗ്മ പ്ലസും സിഗ്മ മൈനസും സെപ്പറേറ്റ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, so now we move on to baryon. Okay, നമ്മൾ ഇന്നലെ പറഞ്ഞ ലെപ്റ്റോൺ നമ്പർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ. ലൈക്ക് ദാറ്റ് baryon number is represented by capital B. And baryon particle possess a quantum number called baryon number. അതെന്താണ്, ലെപ്റ്റോൺസുകളുടെ ഒരു ക്വാണ്ടം നമ്പർ ആണ് ലെപ്റ്റോൺ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ ബേരിയോൺസും ഒരു ക്വാണ്ടം നമ്പർ പോസസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് baryon number. And the baryon number of all baryon particles is +1. എല്ലാ ബേരിയോൺ പാർട്ടിക്കിളിന്റെയും ബേരിയോൺ നമ്പർ +1 ആണ്. സിമ്പിൾ അല്ലെ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ നോക്കിയേ, സിഗ്മ പ്ലസിന്റേത് +1 ആണ്, കാരണം സിഗ്മ പ്ലസ് ഒരു ബേരിയോൺ പാർട്ടിക്കിൾ ആണ്. സിഗ്മ മൈനസിന്റേതോ? വാട്ട് അബൌട്ട് ദ ബേരിയോൺ നമ്പർ ഓഫ് സിഗ്മ മൈനസ്? +1. +1 ആയിരിക്കും. യെസ്, ബിക്കോസ് എന്തില്ല, സിഗ്മ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ അല്ല സിഗ്മ മൈനസ്. ഓക്കെ, അത് രണ്ടും സെപ്പറേറ്റ് പാർട്ടിക്കിൾ ആണ്. ഇനി എന്താണ്, സിഗ്മ പ്ലസ് ബാർ ആണ് എന്നുണ്ടെങ്കിൽ അത് സിഗ്മ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ്. സോ ഇറ്റ് ഹാവ് എ baryon number of -1. ഓക്കെ, so all baryon particle have a baryon number +1 and baryon number of anti-baryon particle ആണെന്നുണ്ടെങ്കിൽ they have a baryon number of -1 and the baryon number of all other particles is 0. ലെപ്റ്റോൺസിന്റെ പറഞ്ഞ അതേപോലെ തന്നെ ബേരിയോൺ അല്ലാത്ത ഏതൊരു പാർട്ടിക്കിളിന്റെയും ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇലക്ട്രോണിന്റെ ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ലെപ്റ്റോൺ. പോസിട്രോണിന്റെ ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എൻ എന്താണ്, ആന്റി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആന്റി ഇലക്ട്രോൺ ആണ്. ഓക്കെ, സോ എന്താണ്, ബേരിയോൺ അല്ലാത്ത ഏതൊരു സബാറ്റോമിക് പാർട്ടിക്കിളിന്റെയും ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Now, law of conservation of baryon number. എന്താണ്, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇലക്ട്രോണിന്റെ സെയിം കേസ് തന്നെയാണ്. എന്തായിരിക്കും, ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ, in any nuclear reaction, total baryon number of the system remains conserved ആയിരിക്കും. സപ്പോസ് എന്താണ്, A+B അല്ലെ, A+B എന്ന് പറയുന്ന ന്യൂക്ലിയർ എന്താണ്, X+Y എന്ന് പറയുന്ന ഒരു പാരന്റ് ന്യൂക്ലിയർ മാറി എന്ന് വിചാരിക്കാം അല്ലെ, ഒരു ഡോട്ടർ ന്യൂക്ലിയർ മാറി. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ പാരന്റ് ന്യൂക്ലിയറിന്റെ ബേരിയോൺ നമ്പർ എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഫൈനൽ ആയിട്ടുണ്ടായ ഡോട്ടർ ന്യൂക്ലിയറിന്റെ ബേരിയോൺ നമ്പർ എന്ന് പറയുന്നതും. ദാറ്റ് മീൻസ് എന്താണ്, ബേരിയോൺ നമ്പർ കൺസേർവ്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ എന്തുള്ളൂ, അലൗഡ് ആയിരിക്കുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി ഫോർബിഡൻ.
ഓക്കെ, നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. സോ ഫസ്റ്റ് നോക്കിയേ, ലാംഡ 0 gives k0 plus pi 0. k0 plus pi 0. സോ ഈ k0 യും pi 0 യും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? ദേ ആർ പയോൺസ് ആൻഡ് കയോൺസ്. അവരെ നമ്മൾ ഇനി പഠിക്കാൻ വരുന്നേ ഉള്ളൂ. സോ എനിവേ, ഇതിൽ നമുക്കറിയുന്ന ഒരാളുണ്ട് ലാംഡ 0 അല്ലെ? ലാംഡ 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേരിയോൺ ആണ്. ഇറ്റ് ഈസ് എ ബേരിയോൺ, ഇറ്റ് ഈസ് എ ഹൈപ്പറോൺ, റൈറ്റ്? അതൊരു ഹൈപ്പറോൺ ആണ് അല്ലെ? ബേരിയോൺസ് നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയോൺ ആൻഡ് ഹൈപ്പറോൺ. സോ ഒരു ഹൈപ്പറോൺ ആണ് ഇത് ലാംഡ 0 എന്ന് പറയുന്നത്. ഇറ്റ് വിൽ decay into k0 plus pi 0. സോ ഇവിടെ ഒന്ന് ബേരിയോൺ നമ്പർ എങ്ങനെയായിരിക്കും കൺസർവേഷൻ നോക്കുകയാണെങ്കിൽ, ബേരിയോൺ നമ്പർ ബി is equal to ലാംഡ 0 എന്ന് പറയുന്നത് ഒരു ബേരിയോൺ പാർട്ടിക്കിൾ ആണ്. സോ ഇറ്റ് ഹാസ് എ ബേരിയോൺ നമ്പർ +1 ആൻഡ് k0 കയോൺ എന്ന് പറയുന്നത് എന്തല്ല? ഒരു ബേരിയോൺ അല്ല. സോ ഇറ്റ് ഹാസ് എ ബേരിയോൺ നമ്പർ 0 ആൻഡ് പയോൺ ഓർ പൈമെസോൺസ് അല്ലെ? pi 0 എന്ന് പറയുന്നത് പൈമെസോൺ ആണ്. സോ അതും ഒരു ബേരിയോൺ അല്ല. സോ ഇറ്റ് ഹാസ് എ ബേരിയോൺ നമ്പർ 0. സോ നോക്കിയേ, +1 0 നോക്കിയേ, സെയിം അല്ലല്ലോ. സോ ഇവിടെ ബേരിയോൺ നമ്പർ എന്തല്ല? കൺസേർവ്ഡ് അല്ല. ബേരിയോൺ നമ്പർ ഈസ് നോട്ട് കൺസേർവ്ഡ് അല്ലെ? കൺസേർവ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? യെസ്, ബേരിയോൺ നമ്പർ കൺസർവേഷൻ പ്രകാരം ഈ റിയാക്ഷൻ എന്താണ്? ഫോർബിഡൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ്. യെസ്, ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ ബാർ. ഞാൻ പറഞ്ഞു എന്താണ്? ബേരിയോൺസിന്റെ കേസിൽ അതിന്റെ ആന്റി പാർട്ടിക്കിളിനെ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ബാർ മുകളിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ സിഗ്മ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ കാണണമെങ്കിൽ സിഗ്മ പ്ലസിന്റെ മുകളിൽ ഒരു ബാർ ഇടും. അതുപോലെ പ്രോട്ടോണിന്റെ ആന്റി പാർട്ടിക്കിൾ കാണിക്കാൻ പ്രോട്ടോണിന്റെ മുകളിൽ ഒരു ബാർ ഇടും. ഓക്കെ, അപ്പൊ നോക്കിയേ, ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ ആന്റി പാർട്ടിക്കിൾ ഓഫ് പ്രോട്ടോൺ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബേരിയോൺ നമ്പർ എങ്ങനെ കൺസേർവ്ഡ് ആണോ ചെക്ക് ചെയ്യാം. ന്യൂട്രോൺ എന്ന് പറയുന്നത് it is a nucleon that belongs to baryon, so it has a baryon number +1. Gives proton is again a baryon, so it has a baryon number +1 plus antiparticle of proton into antiparticle. പക്ഷെ അതൊരു ബേരിയോൺ ആണ്. സോ ആന്റി പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇറ്റ് ഹാസ് എ ബേരിയോൺ നമ്പർ -1. സോ ഫൈനൽ +1 gives, ഇവിടെ +1 ഉം -1 എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ we will get 0. That means baryon number ഇവിടെ എന്തല്ല? കൺസേർവ്ഡ് അല്ല. So it is also a forbidden reaction by baryon number conservation. Okay, ഇവിടെ എന്തല്ല? baryon number കൺസേർവ്ഡ് അല്ലാത്തതുകൊണ്ട് ഈ റിയാക്ഷനും എന്തല്ല? അലൗഡ് അല്ല. It is forbidden. Now moving on to one more problem. Okay. Okay, ഈ ഒരു റിയാക്ഷൻ എന്താണ്? പ്രോട്ടോൺ gives ന്യൂട്രോൺ പ്ലസ് പോസിട്രോൺ പ്ലസ് ഇതേതാ പാർട്ടിക്കിൾ? നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ? ഇലക്ട്രോൺ ന്യൂട്രിനോ അല്ലെ? ഇത് ഇ പ്ലസ് എന്ന് പറയുന്ന പോസിട്രോൺ. ഈ റിയാക്ഷൻ ഏതാന്ന് മനസ്സിലായോ? നമ്മള് പഠിച്ചൊരു റിയാക്ഷനാണ്. ഒരു പ്രോട്ടോണ് ഒരു ന്യൂട്രോണും പോസിട്രോണുമായിട്ട് മാറുന്ന റിയാക്ഷൻ ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് ബീറ്റ പ്ലസ് ഡി കെ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ബീറ്റ ഡി കെ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ബീറ്റ ഡി കെയും നെഗറ്റീവ് ബീറ്റ ഡി കെയും. അതില് നെഗറ്റീവ് ബീറ്റ ഡി കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ന്യൂട്രോണ് എന്തൊക്കെയായിട്ട് ചേഞ്ച് ചെയ്യുക? ഒരു പ്രോട്ടോണും ഇലക്ട്രോണും അല്ലെ? പ്ലസ് എന്താണ്? ഇലക്ട്രോൺ ആന്റി ന്യൂട്രിനോ. ദെൻ ബീറ്റ പ്ലസ് ഡി കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പ്രോട്ടോണ് ഒരു ന്യൂട്രോണും പോസിട്രോണുമായിട്ട് മാറുക. ആ റിയാക്ഷനിൽ ഇവിടെ എഴുതിയിട്ടുള്ളത് പ്രോട്ടോൺ ന്യൂട്രോണും പോസിട്രോണും പ്ലസ് എന്താണ്? ഇലക്ട്രോൺ ന്യൂട്രോണുമായിട്ട് മാറുക. സോ ഇറ്റ് ഈസ് ദ ബീറ്റ പ്ലസ് ഡി കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇതൊരു ബീറ്റ ഡി കെ ആണ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ബീറ്റ പ്ലസ് ഡി കെ ആണിത്. അപ്പൊ നോക്കിയേ, ഈ റിയാക്ഷനിൽ ബേരിയോൺ നമ്പർ കൺസേർവ്ഡ് ആണോ എന്നുള്ളത് നോക്കിയേ. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബേരിയോൺ, ഹാസ് എ ബേരിയോൺ നമ്പർ +1. Then neutron again is a baryon and it has a baryon number +1. Then E plus positron ആണ്. പോസിട്രോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ഇലക്ട്രോണിക് പാർട്ടിക്കിൾ ആണ്. സോ ഇറ്റ് ഹാസ് baryon number 0. And electron neutrino is a lepton, so it has a baryon number 0. So +1 gives +1.
look this here, the baryon number is conserved. Baryon number ഇവിടെ എന്താണ് conserved ആണ്. That means this reaction is allowed. That means beta plus decay എന്ന് പറയുന്നത് ഒരു allowed reaction ആണ് അല്ലേ. That means അത് spontaneously നടക്കുന്ന ഒരു reaction ആണ്. Okay. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ baryon number conservation ചെക്ക് ചെയ്യുക. Okay, now we move on to bosons. That means നമുക്ക് നമ്മളുടെ ഇവിടെ ഇപ്പൊ നമ്മള് ബേരിയോൺസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമ്മളെ ഫെർമിയോൺസ് കഴിഞ്ഞു അല്ലെ. ഫെർമിയോൺസിൽ നമ്മൾ ലെപ്റ്റോൺസും ഡിസ്കസ് ചെയ്തു. ലെപ്റ്റോൺ നമ്പർ കൺസർവേഷൻ. Then today we are discussing about baryon and division of baryon on the variation in mass. മാസിലുള്ള വേരിയേഷൻ കൊണ്ടുള്ള ബേരിയോൺസിന്റെ ഡിവിഷൻ, that is nucleon and hyperon. അതിൽ ഓരോന്നിലുള്ള പാർട്ടിക്കിൾ വിത്ത് സ്പിൻ. ഓക്കെ, സ്പിൻ അറിഞ്ഞിരിക്കണം. ഹാഫ് ഇന്റിജർ ആണെങ്കിൽ കൂടി എല്ലാതും ഹാഫ് ആവണമെന്നില്ല. ഇവിടെ തന്നെ ഏതാണ് ഡെൽറ്റയും ഒമേഗയും 3/2 ആണ്. സോ വി ഹാവ് ടു നോ ദ സ്പിൻ ഓഫ് ദ പാർട്ടിക്കിൾ. സോ നമ്മുടെ ഫെർമിയോൺസ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അതായത് ഹാഫ് ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് കഴിഞ്ഞു. നൗ വി മൂവ് ഓൺ ടു ബോസോൺസ്. ദാറ്റ് മീൻസ് ഇന്റിജർ സ്പിൻ അല്ലെ, അതായത് 1, 2, 0 അങ്ങനെ ഇന്റിജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ബോസോൺസ്. സോ ഈ ബോസോൺസിനെ മെയിൻ ആയിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗോജ് ബോസോൺസ് അല്ലെങ്കിൽ മെസോൺസ്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗോജ് ബോസോൺസിനെ അല്ലെങ്കിൽ ഫീൽഡ് ബോസോൺസിനെയാണ്. ഓക്കെ, ഗോജ് ബോസോൺ. ഓക്കെ, ഇവരെ നമ്മൾ മാസ്ലെസ് ബോസോൺസ് എന്ന് പറയും. ദേ ആർ ഓൾസോ കാൾഡ് മാസ്ലെസ് ഓർ ഫീൽഡ് ബോസോൺസ്. ഓക്കെ, മാസ്ലെസ് ഓർ ഫീൽഡ് ബോസോൺസ്. ഇനി ഈ മാസ്ലെസ് അല്ലെങ്കിൽ ഫീൽഡ് ബോസോൺസിൽ 4 പാർട്ടിക്കിൾസ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗ്ലൂവോൺ, then photon, then W plus or minus and Z0, then graviton. ഇങ്ങനെ 4 പാർട്ടിക്കിൾ ആണ് മാസ്ലെസ് ബോസോൺസിൽ അല്ലെങ്കിൽ ഫീൽഡ് ബോസോൺസിലുള്ളത്. ഓരോന്നിന്റെ സ്പിൻ ഇതിലെ എന്താണ് ഗ്ലൂവോണിന്റെയും ഫോട്ടോണിന്റെയും W+ന്റെയും സ്പിൻ 1 ആണ്. ബട്ട് ഗ്രാവിറ്റോണിന്റെ സ്പിൻ എത്രയാണ്? 2 ആണ്. ഓക്കെ, ഫോട്ടോണിന്റെ സ്പിന്നൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, കോമ്പറ്റീറ്റീവ് എക്സാമിന് ഡയറക്റ്റ് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, സ്പിൻ ഓഫ് ഫോട്ടോൺ എന്താണ്? ഫോട്ടോണിന്റെ സ്പിൻ എത്രയാണ്? 1. ആൻഡ് അത് ലൈക്ക് ദാറ്റ് ഗ്രാവിറ്റോണിന്റെ സ്പിന്നും ഒന്ന് നോക്കണം. ഗ്രാവിറ്റോണിന്റെ സ്പിൻ എത്രയാണ്? 2. ഓക്കെ, ഫോട്ടോണിന്റെ സ്പിന് 1. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഫോട്ടോണിന്റെ സ്പിന് 1 ആൻഡ് ഗ്രാവിറ്റോണിന്റെ സ്പിന് 2. ഇനി നോക്കിയേ, ഈ ഓരോ പാർട്ടിക്കിളും ദാറ്റ് മീൻസ് നമ്മളിപ്പോ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇന്ന് പറയുന്നുണ്ട് എന്ത്? ദർ ആർ 4 ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് നമ്മളുടെ യൂണിവേഴ്സിൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫണ്ടമെന്റൽ ഫോഴ്സസുകളൊക്കെ, ഫണ്ടമെന്റൽ ഫോഴ്സ് മീൻസ് എന്താവാം? ആ ഫോഴ്സ് ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ആവും അല്ലെങ്കിൽ റിപ്പൽസീവ് ആവും. എനിവേ, അപ്പൊ ഇങ്ങനെ ഒരു റിപ്പൽഷൻ ആയിക്കോട്ടെ അട്രാക്ഷൻ ആയിക്കോട്ടെ എന്തുവാണെങ്കിലും നമ്മളെ പാർട്ടിക്കിൾ ഫിസിക്സ് പ്രകാരം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മാസിന്റെ ഇടക്ക് ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there will be an exchange of particle. അതായത് ആ 2 മാസുകൾക്കിടയിൽ ഒരു പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യണം എങ്കിലേ അവിടെ ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുള്ളൂ, അക്കോർഡിംഗ് ടു പാർട്ടിക്കിൾ ഫിസിക്സ്. സോ അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ഫോഴ്സിന് കാരണക്കാരായിട്ടുള്ള ആ ഒരു ഫോഴ്സ് കരിയർ അല്ലെ, നമുക്ക് അങ്ങനെ പറയാം, ഫോഴ്സ് കരിയർ, അതായത് ആ ഫോഴ്സിനെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുന്ന ആൾ അല്ലെ. അപ്പൊ സ്ട്രോങ് ഫോഴ്സിന്റെ ഫോഴ്സ് കരിയർ അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ്, അതായത് ഇപ്പൊ നമുക്കറിയാം സ്ട്രോങ് ഫോഴ്സ് എവിടെയുള്ളത്? ഒരു പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും അല്ലെ, നമുക്കറിയുന്നതാണ്. പ്രോട്ടോണിന്റെയും അതായത് ന്യൂക്ലിയോൺസിന്റെതാ ഇവർക്കിടയിലുള്ളത് ഒരു സ്ട്രോങ് ഫോഴ്സ് ആണ്. ഇപ്പൊ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇങ്ങനെ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ആ സ്ട്രോങ് ഫോഴ്സിന് കാരണം അവിടുത്തെ ഫോഴ്സ് കരിയർ എന്ന് പറയുന്നത് ഗ്ലൂവോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആണ്. സോ അതാണ് പറയുന്നത് ഗ്ലൂവോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രോങ് ഫോഴ്സ് ഓർ ഇറ്റ് ഈസ് എ ഫോഴ്സ് കരിയർ ഇൻ ദ സ്ട്രോങ് ഫോഴ്സ്. ഇനി അതുപോലെ ഫോട്ടോൺ എന്ന് പറയുന്ന ഇതിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലെ ഫോഴ്സ് കരിയർ എന്ന് പറയുന്നത് ഫോട്ടോൺ ആണ്. ആൻഡ് വീക്ക് ഫോഴ്സിലെ ആണെങ്കിൽ ഇറ്റ് ഈസ് W+ or W- or Z0 പാർട്ടിക്കിൾസ്. ഇവരാണ് വീക്ക് ഫോഴ്സിലെ ഫോഴ്സ് കരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലെ ഫോഴ്സ് കരിയർ എന്ന് പറയുന്നത് ഗ്രാവിറ്റോൺ ആണ്. ഇനി ഇത് ഓരോന്നും നമ്മൾ ഈ ഫോഴ്സസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ എന്താണ് മാസ്ലെസ് ഓർ ഫീൽഡ് ബോസോൺസിൽ വരുന്ന 4 പാർട്ടിക്കിൾസുകളാണ് ഏതൊക്കെ? ഗ്ലൂവോണ്, ഫോട്ടോണ്, W+ or - and Z0, then ഗ്രാവിറ്റോൺ.
അതിൽ സ്പിന്ന് നോക്കി നോക്കണം. ഇന്റിജർ സ്പിൻ ആണ് എങ്കിൽ കൂടി ഫോട്ടോണിൻ്റെത് 1 ആണ്. ബട്ട് ഗ്രാവിറ്റോണിന്റെ സ്പിൻ എത്രയാണ്? ഇറ്റ് ഈസ് 2 ആൻഡ് ഗ്ലൂവോണിന്റെ സ്പിന് 1. ഓക്കെ, ദെൻ വി മൂവ് ഓൺ ടു മെസോൺസ്. മെസോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ബോസോൺസ് ആണല്ലേ പറയുന്നത്. ബോസോൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇന്റിജർ സ്പിൻ. ഈ ബോസോൺസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട്? ബോസോൺസിനെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാസ്ലെസ് ബോസോൺസ് ആയിട്ടും അതുപോലെ മെസോൺസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ടു മാസ്ലെസ് ബോസോൺസ് ആൻഡ് മെസോൺസ്. സോ അതിലെ മെസോൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെസോൺസ് ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻ. അപ്പൊ മെസോണിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഏത് ഇന്ററാക്ഷനിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ? സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ദേ ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻസ്. ആൻഡ് സ്പിൻ സീറോ മെസോൺസ് ആർ കയോൺ, പയോൺ ആൻഡ് ഈറ്റ. ഓക്കെ, അപ്പൊ മെസോൺസിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഏതൊക്കെ? കയോൺസും പയോൺസും ഈറ്റയും. ഇവരുടെ 3 പേരുടെയും സ്പിൻ എത്രയാണ്? 0 ആണ്. സ്പിന് 0 ആണ്. അപ്പോൾ മെസോൺസിലുള്ള പാർട്ടിക്കിൾസ് ആണ് കയോൺസ്, പയോൺസ്, ഈറ്റ. സോ ഇവരുടെ സ്പിൻ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ അടുത്തൊരു പാർട്ടിക്കിൾ ആണ് റോ എന്ന് പറയുന്നത്. ആൻഡ് ആ റോന്റെ സ്പിന്ന് മാത്രം എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ പയോണിന്റെ സ്പിൻ ഇസ് ഇമ്പോർട്ടന്റ്. പയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ മെസോൺസുകളെയാണ് നമ്മൾ പയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പൈ മെസോൺസുകളെയാണ് നമ്മൾ ഷോർട്ടായിട്ട് പയോൺസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പൈ പ്ലസ് ഉണ്ട്, പൈ മൈനസ് ഉണ്ട് ആൻഡ് പൈ 0. ഓക്കെ, അപ്പൊ ഈ പൈ മെസോൺസിന്റെ അല്ലെങ്കിൽ പയോൺസിന്റെ സ്പിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. ഓക്കെ, ദെൻ ഓക്കെ, നമുക്ക് ആദ്യം ടേബിൾ ഒന്ന് കാണാം. എന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, നോക്കിയേ. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് മെസോൺസ് അല്ലെ. മെസോൺസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു into 4 particles. ഏതൊക്കെയാണ്? പയോൺ, കയോൺ, ഈറ്റ ആൻഡ് റോ. അതിൽ പയോണിന്റെ സ്പിൻ 0. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. പയോണിന്റെ സ്പിൻ എത്രയാണ്? 0. പയോൺസ് ഏതൊക്കെയുള്ളത്? പൈ പ്ലസ്, പൈ മൈനസ് ആൻഡ് പൈ 0. ദെൻ കയോൺസ് k പ്ലസ്, k മൈനസ്, k0 ആൻഡ് k0 ബാർ. ദെൻ ഈറ്റ 0. ദെൻ റോ പ്ലസ് ആൻഡ് റോ 0. ഓക്കെ, ഇനി ഇവിടെ നമ്മള് ബേരിയോൺ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്ത്? സിഗ്മ പ്ലസിന്റെ ആന്റി പാർട്ടിക്കിൾ അല്ല സിഗ്മ മൈനസ് എന്നുള്ളത് അല്ലെ. അതായത് സിഗ്മ പ്ലസും സിഗ്മ മൈനസും സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ആണ്. എന്നാൽ പയോൺസിനും കയോൺസിന്റെ ഒക്കെ കേസിൽ, അതായത് മെസോൺസിന്റെ കേസിൽ പൈ പ്ലസും പൈ മൈനസും എന്ന് പറയുന്നത് ദേ ആർ പാർട്ടിക്കിൾ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ടു ഈച്ച് അതർ. ഓക്കെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? പാർട്ടിക്കിൾ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ആണ്. അതായത് പൈ പ്ലസും പൈ മൈനസും എന്താണ്? പാർട്ടിക്കിൾ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ടു ഈച്ച് അതർ. അതുപോലെ കെ പ്ലസും കയോൺസിലെ കെ പ്ലസും കെ മൈനസും പരസ്പരം പാർട്ടിക്കിൾ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ആണ്. അതുപോലെ K0യും K0 ബാറും K0 ബാറും എന്താണ്? ദേ ആർ മ്യൂച്വലി പാർട്ടിക്കിൾ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ടു ഈച്ച് അതർ. ഓക്കെ ആണോ? സോ നമ്മൾ ബേരിയോൺസിൽ വരുമ്പോൾ അങ്ങനെയല്ല. ദേ ആർ സെപ്പറേറ്റ് പാർട്ടിക്കിൾസ്. അവരുടെ ആന്റി പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ബാർ കൊടുക്കണം. പക്ഷെ മെസോൺസിന്റെ കേസിൽ പൈ പ്ലസും പൈ മൈനസും പരസ്പരം എന്താണ്? പാർട്ടിക്കിൾ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ആണ്. കെ പ്ലസും കെ മൈനസും പരസ്പരം പാർട്ടിക്കിൾ ആൻഡ് ആന്റി പാർട്ടിക്കിൾ ആണ്. അതുപോലെ തന്നെ K0യും K0 ബാറും. ഓക്കെ, now we move on to that. ഓക്കെ, മെസോൺസ് നോക്കിയേ ഇവിടെ പൈ പ്ലസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു then പൈ പ്ലസ് ആൻഡ് പൈ മൈനസ് ആർ particle and anti-particle to each other. Then K plus and K minus are particle and anti-particle to each other. Likewise, K0 and K0 bar. K0 and K0 bar are particle and anti-particle to each other. ഓക്കെ, സോ ഇപ്പൊ നമ്മളുടെ കംപ്ലീറ്റ് ഡിവിഷൻ കഴിഞ്ഞു അല്ലെ. എന്താണ്? സ്പിന്നിന്റെ ബേസിസിൽ നമ്മള് ഫെർമിയോൺസ് ആൻഡ് ബോസോൺസ് ആക്കി ആദ്യം. ഫെർമിയോൺസ് ആൻഡ് ബോസോൺസ് ആക്കി. ദെൻ ഈ ഫെർമിയോൺസ് നമ്മള് എന്തിന്റെ ബേസിസിൽ? ഇന്ററാക്ഷൻസിന്റെ ബേസിൽ, സ്ട്രോങ് ഇന്ററാക്ഷനിൽ പങ്കെടുക്കുന്നത് ബോസോൺസ് അല്ലെങ്കിൽ ബേരിയോൺസ് ആൻഡ് പങ്കെടുക്കാത്തത് ലെപ്റ്റോൺസ്. അങ്ങനെ ഡിവിഷൻ ചെയ്തു. ദെൻ ബേരിയോൺസിനെ വീണ്ടും അതിന്റെ മാസിലുള്ള ഡിഫറൻസിൽ നമ്മള്
ന്യൂക്ലിയോൺ എന്നും അതുപോലെ തന്നെ ഹൈപ്പറോൺ എന്നും ഡിവൈഡ് ചെയ്തു. ദെൻ ബോസോൺസിലേക്ക് വരികയാണെങ്കിൽ ബോസോൺസിനെ നമ്മൾ മാസ്ലെസ് ബോസോൺസ് എന്നും മെസോൺസ് എന്നും ഡിവൈഡ് ചെയ്തു. ഓക്കെ, മാസ്ലെസ് ബോസോൺസ് എന്നും അതുപോലെ തന്നെ മെസോൺസ് എന്നും. So this is the classification of particle, subatomic particle on the basis of spin. Okay, ഇവിടെ നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് സ്പിൻ ആണ്. ഫെർമിയോൺ വിത്ത് ഹാഫ് ഇന്റിജർ സ്പിൻ ആൻഡ് ബോസോൺ വിത്ത് ഇന്റിജർ സ്പിൻ. Now we move on to hadron. എന്താണ് hadron എന്ന് പറയുന്നത്? So hadron is a Greek word means strong or heavy. Okay, അതൊരു ഗ്രീക്ക് വേർഡാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്ട്രോങ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും hadron, it is a general name for the particle that participating in strong interaction. Okay, സ്ട്രോങ് ഇന്ററാക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിക്കിളിനെയും ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ സപ്പോസ് ഒരു പാർട്ടിക്കിൾ ആണ്, ഇപ്പൊ പ്രോട്ടോൺ ഒരു ഹാഡ്രോൺ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ട്രോങ് ഇന്ററാക്ഷൻ. ഓക്കെ, എങ്കിൽ എന്താണ് നമ്മളുടെ ഓക്കെ സിഗ്മ പ്ലസ് ഈസ് എ ഹാഡ്രോൺ. Pions take part in strong interactions. Then hadrons are not the elementary particle. They made up of further elementary particle, namely quarks. Okay, അപ്പൊ ഈ hadrons എന്ന് ഞാൻ പറയുന്നത് ആരെന്ന് ഞാൻ പറഞ്ഞു, എന്താണ് സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ പങ്കെടുക്കുന്നത്. സോ hadrons എന്ന് പറയുന്നത് baryons and mesons called hadrons. Generally baryonsനെയും മെസോൺസിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. ബേരിയോൺസ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട്? ന്യൂക്ലിയോൺസ് ഉണ്ട്, അതായത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ദെൻ ഹൈപ്രോൺ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ, ലാംഡ, സിഗ്മ, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ മെസോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കയോൺസ് ഉണ്ട്, പയോൺസ് ഉണ്ട്. ഇവരെല്ലാവരും സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതാണ്. ഇവരെല്ലാവരെയും ചേർന്ന് പറയുന്ന പേരാണ് ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. Then these hadrons are not the elementary particle. They are made up of further elementary particle, namely quarks. Okay, നമ്മൾ പറഞ്ഞു ഇന്നലെ ലെക്ട്രോൺസ് എന്ന് പറയുന്നവർ എലമെന്ററി പാർട്ടിക്കിൾസ് ആണ്. അതായത് നമ്മളുടെ ഇലക്ട്രോണ്, എന്താണ് പോസിട്രോൺ, ഇതൊക്കെ എന്താണ്, അതായത് മിയോണ്, ടോ, ഇവരെല്ലാം എലമെന്ററി പാർട്ടിക്കിൾസ് ആണ്. വിച്ച് മീൻസ് ഇവരെ നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഫർദർ പാർട്ടിക്കിൾസിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹാഡ്രോൺസ് എന്ന് പറയുന്നത് എലമെന്ററി പാർട്ടിക്കിൾസ് അല്ല. അവര് എന്താണ് ഫർദർ ഒരുപാട് കോക്സുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഹാഡ്രോൺസ് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും ഏതൊക്കെ കോക്സ് ഉപയോഗിച്ചിട്ടാണ് എന്താണ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ എന്താണ് ഹാഡ്രോൺസ് എന്ന് പറയുന്നത് ഒരു എലമെന്ററി പാർട്ടിക്കിൾ അല്ല. അതായത് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു എലമെന്ററി പാർട്ടിക്കിൾ അല്ല. പ്രോട്ടോണെ നമുക്ക് വീണ്ടും അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് സോ ഇറ്റ് ഈസ് നോട്ട് ദ എലമെന്ററി പാർട്ടിക്കിൾ. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് കളക്ഷൻ ഓഫ് എ കോർക്ക്. ഒരു കളക്ഷൻ ഓഫ് കോർക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആക്ച്വലി ഹാഡ്രോൺ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഡിവിഷൻസ് ഇപ്പൊ നോക്കുന്നുള്ളൂ. ഓൺ ദ ബേസ് ഓഫ് സ്പിൻ നമ്മൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തു. അതിൽ കൺസർവേഷൻ ലോസ് ഇലക്ട്രോൺ നമ്പറിന്റെയും ബേരിയോൺ നമ്പറിനെയും പറഞ്ഞു. ദെൻ ഹാഡ്രോൺസ് എന്താണ് നോക്കി. നൗ വി മൂവ് ഓൺ ടു ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഏതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിലുള്ള 4 ഫണ്ടമെന്റൽ ഫോഴ്സസ്? സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫസ്റ്റ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ വീക്ക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ഫോഴ്സ്. സോ നമ്മൾ ആദ്യം ഇതില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? സോ സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ നമ്മള് എർത്തിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം അല്ലെ, സ്റ്റാൻഡ് ചെയ്യാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് അല്ലെ, ഇപ്പൊ എന്താണ് സണ്ണ്, എർത്ത് എന്ന് പറഞ്ഞിട്ട് പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു റിവോൾവ് ചെയ്യാൻ കാരണം എന്താണ്? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ദാറ്റ് മീൻസ് എന്താണ്? നമ്മളുടെ ഈ യൂണിവേഴ്സിന് ഒരു സ്ട്രക്ചർ കിട്ടാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ ഫോഴ്സ് അല്ലെ, ഒരു ലാർജ് ഡിസ്റ്റൻസ് ഫോഴ്സ് ആണ്. അതായത്
ഇപ്പൊ എന്താണ് അത്രയും ഡിസ്റ്റൻസിൽ എത്ര ഡിസ്റ്റൻസ് ദൂരെയാണെങ്കിലും രണ്ട് മാസുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, അവര് തമ്മിൽ ഒരു ഗ്രാവിറ്റി ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റി ദാറ്റ് ഗിവ് ഷേപ്പ് ടു ദ സോളാർ സിസ്റ്റം. ഇപ്പൊ ഏതൊരു കേസ് എടുത്താലും അല്ലെ, ഇപ്പൊ നമുക്ക് എന്താണ് സയന്റിഫിക് ആയിട്ട് ഒരു ഈ ഒരു ഗ്രാവിറ്റേഷൻ ഉള്ള കൺസെപ്റ്റിനൊരു എന്താണ് ഇത് ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊണ്ടുവന്ന ആളാണ് ഐസക് ന്യൂട്ടൺ അല്ലെ. ദാറ്റ് മീൻസ് ആപ്പിള് താഴ്ത്തോട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസ് എന്ന് പറയുന്നതിന് എന്താണ്, അതായത് ഏത് രണ്ട് മാസ് ഉള്ള ഒരു വസ്തുവാണോ അല്ലെ, ഒരു മാസ് ഉള്ള ഏതൊരു വസ്തുവിനും, ഓക്കെ, മാസ് ഉള്ള ഏതൊരു ഒബ്ജക്റ്റിനും എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. മാസ് ഉള്ള ഏതൊരു ഒബ്ജക്റ്റിനും ഇറ്റ് ക്യാൻ എക്സ്പീരിയൻസ് ദ gravitational force. So it is the force act between object with the mass അല്ലെ. മാസ് ഉള്ള ഏത് രണ്ട് ഒബ്ജക്റ്റിനിടയിലും ഉള്ള ഒരു ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് ആ രണ്ട് മാസ്, സപ്പോസ് ഈ എമ്മും ക്യാപിറ്റൽ എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് അവിടെ ഒരു വിഷയമേ അല്ല, ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ എന്താണ്, എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ കൂടിയും there will be a gravitation between these two masses. അതാണ് പറഞ്ഞത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ there will be a gravitational force between any two masses or energy and all particle with mass experience the gravitational force. മാസ് ഉള്ള ഏതൊരു പാർട്ടിക്കിൾ, മാസ് ഉള്ള അത് എത്ര ലൈറ്റ് മാസ് ആയിക്കോട്ടെ, എത്ര ഹെവി മാസ് ആയിക്കോട്ടെ, ആ പാർട്ടിക്കിൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്, ദാറ്റ് മീൻസ് ഇൻഫിനിറ്റ് റേഞ്ച് ആണ്, ആൻഡ് it is always attractive. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു റിപ്പൾസീവ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും അട്രാക്റ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്. സോ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടൊരു സയന്റിഫിക് ക്ലാരിഫിക്കേഷൻ എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് കൊണ്ടുവന്നത് ഐസക് ന്യൂട്ടൺ ആണ്. സോ നമുക്കറിയാം അല്ലെ, F is equal to universal law of gravitation. Suppose consider these two masses, small m and capital M, separated by a distance r. Then the gravitational force is proportional to the product of masses, and it is inversely proportional to the square of the distance. And we will get F is equal to gmm by r square, where g is the universal gravitational constant. Okay. Now we move on to the next force, electromagnetic force. Gravitational force simple ആണല്ലേ, നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. Now electromagnetic force. സോ ഇതുപോലെ തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതായത് നമ്മളുടെ ഈ വേൾഡിലുള്ള ഏതൊരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാലും അതിനെല്ലാം കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ബിക്കോസ് നമ്മളുടെ ഏതൊരു മാറ്ററിന്റെയും ബേസിക് എന്ന് പറയുന്നത് ആറ്റം ആണ് അല്ലെ. ഏതൊരു മാസ് ഏതൊരു പാർട്ടിക്കിൾ ആയാലും അതിന്റെ ബേസ് എന്ന് പറയുന്നത് ആറ്റം ആണ്. ഈ ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂക്ലിയസ്, അതിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യുന്നു, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. അതല്ലേ ആറ്റം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, ബിക്കോസ് അതിൽ പ്രോട്ടോൺസ് ഉണ്ട്. ദെൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. സോ there will be an എന്താണ് ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും, ഇവർക്കിടയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ വേൾഡിലുള്ള ഏതൊരു സ്ട്രക്ചറിന്റെയും ബേസിക് എന്ന് പറയുന്നത് അതിന്റെ കാരണം ഏത് ഫോഴ്സ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്ത് നോക്കിയാലോ തന്നെയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്ത് നോക്കിയാലും അതിൽ എന്താണ് പോസിറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കും. അവ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ഏതൊരു കെമിക്കൽ റിയാക്ഷന്റെയും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ റിസൾട്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ആക്ച്വലി ആ റിയാക്ഷൻ നടക്കുന്നത്. Now we know that it is the force act between electrically charged particles, and it is okay. Now നമ്മളുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്
അതായത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഒപ്പേക്ക് ആണോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആണോ എന്നൊക്കെ നോക്കാൻ അത് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ദെൻ ഹാർഡ്നെസ്, സോഫ്റ്റ്നെസ്, ഇലാസ്റ്റിസിറ്റി, ഇതെല്ലാം നമുക്ക് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് due to electric charges. Yes, that is our Coulomb's law. അല്ലെ, ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ്, അതായത് എന്താണ് ലൈറ്റ് ചാർജസ് അട്രാക്ട് അൺലൈക്ക് ചാർജസ്. സോ Coulomb's law നമുക്കറിയാം F is Q1 Q2. അതുപോലെ ലോറൻസ് ഫോഴ്സും ലോറൻസ് ഫോഴ്സ് F is equal to Q into E plus V cross B ആണ്. E plus V cross B. അതായത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ എന്താണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. സോ ഇങ്ങനെ എന്താണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന, അതായത് ആ എഫക്റ്റ് കൊണ്ട് ഒരു പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇനി ഞാനൊരു മാസ്ലെസ് ബോസോൺ എടുത്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞത് എന്താണ്, അക്കോർഡിംഗ് ടു പാർട്ടിക്കിൾ ഫിസിക്സ് എന്താണ് ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദർ വിൽ ബി ആൻ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ. അവിടെ ഒരു പാർട്ടിക്കിളിന്റെ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഏതൊരു സ്ഥലത്തും അല്ലെങ്കിൽ ഏതൊരു രണ്ട് ഒബ്ജക്റ്റിനിടയിലും ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വെദർ ഇറ്റ് മേ ബി എനി ഫോഴ്സ്, അത് ഏതൊരു ഫോഴ്സ് ആയിക്കോട്ടെ, ഗ്രാവിറ്റേഷൻ ആയിക്കോട്ടെ, ഇലക്ട്രോ മാഗ്നറ്റിക് ആയിക്കോട്ടെ, ഏത് ഫോഴ്സ് ആണെങ്കിലും അതിനർത്ഥം എന്താണ്? അവിടെ ഏതോ ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഫോഴ്സ് കരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ ആ ഫോഴ്സ് കരിയർ ആരാണ്? ഫോട്ടോൺ ആണ്. ഫോട്ടോൺ എന്ന് പറയുന്നത് ഒരു മാസ്ലെസ് ബോസോൺ ആണ്, നമ്മൾ പറഞ്ഞിരുന്നു, വിത്ത് സ്പിൻ 1. ഓക്കെ, ഇതുപോലെ ഗ്രാവിറ്റേഷൻ ഉണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയില്ലേ. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലെ ഗ്രാവിറ്റോൺ ആണ് അവിടുത്തെ ഫോഴ്സ് കാരിയർ. ബട്ട് ഈ ഗ്രാവിറ്റോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ ആണ്, ഹൈപ്പോത്തറ്റിക്കൽ പാർട്ടിക്കിൾ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യെറ്റ് സ്റ്റിൽ ഡിസ്കവർഡ്. അത് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. കാരണം എന്താ, ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ നടന്നിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ ഗ്രാവിറ്റോൺ ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കേസ് ബിക്കോസ് ഗ്രാവിറ്റോൺ ഈസ് നോട്ട് യെറ്റ് ഡിസ്കവർഡ്. ഓക്കെ, ബട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ ആ ഒരു ഫോഴ്സ് കരിയർ അല്ലെങ്കിൽ ആ എന്താണ് അവിടെ ഫോഴ്സിനിടയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോട്ടോൺ. Okay, now we move on to strong force. It is the strongest force out of all fundamental forces. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സസിലും ഏറ്റവും സ്ട്രോങ്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രോങ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും വീക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്ക് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ന്യൂക്ലിയസിന്റെ കേസ് തന്നെ എടുക്കാം. ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. നമുക്കിപ്പോ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന എന്താണ്? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും അതായത് എന്താണ് പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അവരെ തമ്മിൽ എന്ത് ഹോൾഡ് അവരെ അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ പൊട്ടൻഷ്യലിന്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ it is not only that, അതായത് സ്ട്രോങ് ഫോഴ്സ് ഈസ് നോട്ട് ഓൺലി hold the protons and neutrons together to form nucleus. ന്യൂക്ലിയസിന്റെ അകത്ത് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും എന്താണ് വെച്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് മാത്രമല്ല ന്യൂക്ലിയർ ഫോഴ്സ്. ബട്ട് ആൾസോ ഇറ്റ് ആൾസോ ഹോൾഡ് കോക്സ് ടുഗെദർ ടു ക്രിയേറ്റ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടോണും ന്യൂട്രോണും ഒന്നും എലമെന്ററി പാർട്ടിക്കിൾസ് അല്ല. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സം കോർക്ക്. അവരൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ കോക്സിനെ തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, ഒരു കോർക്കിനെ മറ്റൊരു കോർക്കുമായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു ഫോഴ്സ് കൂടിയാണ് ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് അതായത് എന്താണ്, ഇപ്പോ ഒരു ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇവർക്കിടയിൽ സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്, അതൊക്കെയാണ്. പക്ഷേ ഇവർക്കിടയിലുള്ള സ്ട്രോങ് ഫോഴ്സ് മാത്രമല്ല സ്ട്രോങ് ഫോഴ്സ്. ഇതിലെ ഒരു പ്രോട്ടോൺ, ഓക്കെ, ഈ ഒരു പ്രോട്ടോൺ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? സം കോർക്സ് കൊണ്ടാണ്. സപ്പോസ് UUD എന്ന് പറയുന്ന കോർക്ക് കൊണ്ടാണ്
എന്ന് നമ്മളുടെ പ്രോട്ടോണിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോട്ടോണിലുള്ള കോർക്കുകളാണ് യുവും യുവും ഡിയും. ഇവർക്കിടയിൽ ഈ ഓരോ കോർക്കുകൾക്കിടയിലുമുള്ള ഇവരെ മൂന്നുപേരെയും ഒരുമിച്ച് പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് കൂടിയാണ് ഏതെന്ന് പറയുന്നത് സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഇവർക്കിടയിൽ തന്നെ എന്തുണ്ട് സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്. ദെൻ അങ്ങനെയുള്ള ഒരു പ്രോട്ടോണിനെയും ന്യൂട്രോണുകൾക്കിടയിലും എന്തുണ്ട് സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ചിത്രം വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. So protons and neutrons are not the elementary particle or they are not the fundamental particles because we can split them. Okay, നോക്കിയേ നമ്മൾ പറഞ്ഞു പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ദ കളക്ഷൻ ഓഫ് കോർക്സ് അല്ലെ. കോക്സിന്റെ എന്താണ് മോർ ഡീറ്റെയിലിംഗ് എന്താണ് കോക്സ്, അതിന്റെ ഡിവിഷന്, അതിന്റെ കളേഴ്സ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്ട്രോങ് ഫോഴ്സ് പറയാൻ ആവശ്യമായിട്ടുള്ള മാത്രമാണ് ഇപ്പൊ പറയുന്നത്. സോ പ്രോട്ടോൺ എന്ന് പറയുന്നത് 3 കോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യൂ 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 ദാറ്റ് ഈസ് ദ ഫോം ഓഫ് പ്രോട്ടോൺ. ദാറ്റ് ഈസ് യു യു ഡി. ദാറ്റ് ഈസ് യു എന്ന് പറഞ്ഞാൽ അപ്പ് കോർക്ക്, ഇറ്റ് ഈസ് കാൾഡ് അപ്പ് കോർക്ക് ആൻഡ് ഡി സ്റ്റാൻഡ്സ് ഫോർ ഡൗൺ കോർക്ക്. അപ്പൊ 2 അപ്പ് കോർക്കും 1 ഡൗൺ കോർക്കും കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ് യു ഡി ഡി. ദാറ്റ് മീൻസ് 1 അപ്പ് കോർക്കും 2 ഡൗൺ കോർക്കും. 1 അപ്പ് കോർക്ക് ആൻഡ് 2 ഡൗൺ കോർക്ക്. ഇതുകൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത് ന്യൂട്രോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കിയേ ദ ഫോഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് ക്രോക്ക്, അതായത് ഈ പ്രോട്ടോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടോൺ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ യു യു ഡി എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കണം അല്ലെ, എങ്കിൽ മാത്രമേ പ്രോട്ടോൺ ആദ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അവർക്കിടയിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ കളർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെ നമ്മൾ ആ ഫോഴ്സ് നമ്മൾ എന്താ പറയും, അതായത് ദ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ കോക്സുകൾക്കിടയിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ദ ഫോഴ്സ് ദാറ്റ് ഹോൾഡ് ടുഗെദർ ദ കോക്സുകളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ഫോഴ്സിനെ നമ്മൾ സ്ട്രോങ് ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ കളർ ഫോഴ്സ് എന്നോ പറയും. സോ എന്തുകൊണ്ടാണ് അവരെ കളർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ബിക്കോസ് ഈ ഓരോ കോക്കിനും ഓരോ കളേഴ്സ് ഉണ്ട്. ഓക്കെ, അതിന്റെ ബേസിസിലാണ് ഇവരെ നമ്മൾ കളർ ഫോഴ്സ് എന്ന് കൂടി പറയുന്നത്. ബേസിക് ആയിട്ട് റെഡ് ബ്ലൂ ഗ്രീൻ എന്ന് പറയുന്ന അങ്ങനെ കളേഴ്സ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കളർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കോക്സുകളെ എന്താണ് ഒരുമിപ്പിച്ച് നിർത്തുന്ന ഫോഴ്സും കൂടിയാണ് എന്ത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, proton and neutron held together by residual strong ഫോഴ്സ് ഓർ ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ ഞാൻ 2 ഫോഴ്സുകൾ പറഞ്ഞു. അതായത് കോക്സുകൾക്കിടയിലുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ കളർ ഫോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഒരു പ്രോട്ടോൺ അല്ലെ. ഇനി ഇത് ഒരു ന്യൂട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ പറയുക റെസിഡ്യുവൽ സ്ട്രോങ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഫോഴ്സും റെസിഡ്യുവൽ സ്ട്രോങ് ഫോഴ്സും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് റെസിഡ്യുവൽ സ്ട്രോങ് ഫോഴ്സ്. ഒരു പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും അല്ലെങ്കിൽ ന്യൂക്ലിയോൺസുകൾക്കിടയിലുള്ള സ്ട്രോങ് ഫോഴ്സിന്റെ പേരെന്താണ് റെസിഡ്യുവൽ സ്ട്രോങ് ഫോഴ്സ്. ആൻഡ് കോക്സുകൾക്കിടയിൽ അല്ലെങ്കിൽ കോക്സുകളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ് എന്താണ് സ്ട്രോങ് ഫോഴ്സ്, മറ്റ് സ്ട്രോങ് ഫോഴ്സ്. അപ്പൊ നമ്മൾ സ്ട്രോങ് ഫോഴ്സിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ 2 കാറ്റഗറീസ്. ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ തന്നെ ഫസ്റ്റ് വൺ ഈസ് സ്ട്രോങ് ഇന്ററാക്ഷൻ. സ്ട്രോങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഏതിന്റെ ഇടയിലുള്ളതാണ് കോക്സുകൾക്കിടയിലുള്ളത്. കോക്സുകൾ യു യു ഡി, ഈ കോക്സുകൾക്കിടയിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു എന്താണ് പാർട്ടിക്കിൾ, അക്കോർഡിംഗ് ടു പാർട്ടിക്കിൾ ഫിസിക്സ് ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവണം എന്നതിനർത്ഥം എന്താണ് ദർ വിൽ ബി ആൻ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ. അവിടെ ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോ സ്ട്രോങ് ഇന്ററാക്ഷനിലെ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ, എക്സ്ചേഞ്ച് ചെയ്ത പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗ്ലൂവോൺ ആണ്. ഓക്കെ, ഗ്ലൂവോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രോങ് ഇന്ററാക്ഷൻ ഇൻ ബിറ്റ്വീൻ ദ കോക്സ്. ഇവിടെ സ്ട്രോങ് ഇന്ററാക്ഷനിൽ എന്താണ് പാർട്ടിക്കിൾസിന്റെ ഇവർക്കിടയിലുള്ള ഈ ഫോഴ്സിന് കാരണം ഏത് പാർട്ടിക്കിൾ ആണ് ഗ്ലൂവോൺ ആണ്. ഗ്ലൂവോൺ വഴിയാണ് ആ സ്ട്രോങ് ഇന്ററാക്ഷൻ ഫോഴ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദീസ് കോക്സ്. കണ്ടോ ഈ പിക്ചർ കണ്ടോ, യു കണ്ടോ, ഈ ഗ്ലൂവോൺ എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾ എന്താണ് ഈ യു ഡിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവരെ അത്രയും സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഈ രണ്ടാമത്തെ സ്ട്രോങ് ഫോഴ്സ് ആണ് റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻ.
റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻ. അതെന്താണ്? ഇറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ഹാഡ്രോൺസ്, അതായത് ഹാഡ്രോൺസുകൾക്കിടയിലുള്ള ഫോഴ്സ്. അതായത് ഞാനിപ്പോ പറഞ്ഞത് പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോൺ ഒരു ഹാഡ്രോൺ ആണ്, ന്യൂട്രോണും ഒരു ഹാഡ്രോൺ ആണ്. ഹാഡ്രോൺ എന്ന് പറയുന്ന ആരൊക്കെയാണ്? മെസോൺസും ബേരിയോൺസും അല്ലെ. മെസോൺസിനെയും ബേരിയോൺസിനെയും നമ്മൾ പറയുന്ന പേരാണ് ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. മെസോൺസ് ആൻഡ് ബേരിയോൺസ്. അപ്പോ ഈ ഹാഡ്രോൺസ്, ഇവരിലുള്ള ഏതൊരു പാർട്ടിക്കിളും പ്രോട്ടോണും പയോണും ഹാഡ്രോൺ ആണ്. അപ്പൊ ഇങ്ങനെ ഹാഡ്രോൺസുകൾക്കിടയിലുള്ള, അതായത് ഇപ്പൊ ന്യൂക്ലിയസിന്റെ കേസിലാണെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും, ഇവർക്കിടയിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻ. അവിടെയുള്ള എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? പയോൺ ആണ്. ഓക്കെ, പയോൺ ആണ് അവിടെയുള്ള എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കോക്സ് ഇല്ലേ, ഈ UUD, ഇവരെന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ഫോഴ്സ് ആണ്. ഇവരെ നമുക്ക് ഇവൻ എന്താണ്, ഇപ്പോ കോക്കാണ് എന്താണ് എലമെന്ററി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 3 കോക്സ് കൂടിയിട്ടാണ് പ്രോട്ടോൺ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ കൂടി ഇവരെ നമുക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ഫോഴ്സ്. ബ്രേക്ക് ചെയ്താൽ തന്നെ ഇതൊരിക്കലും യു ആയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കോർക്കായിട്ട് ഇതിന് എക്സിസ്റ്റൻസ് ഇല്ല. ഒന്നെങ്കിൽ ഇത് വേറൊരു കോക്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു പുതിയ എന്താണ് പാർട്ടിക്കിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അത്രയും സ്ട്രോങ് ഫോഴ്സ് ആണ് എന്താണ് ഈ കോക്സുകൾക്കിടയിലുള്ളത്. ഇതിന്റെ എഫക്റ്റ് കൊണ്ടാണ് ആക്ച്വലി ഇത് അല്ലെ, UDD ആണ് ന്യൂട്രോണ്ടത്. അപ്പൊ ഒരു എഫക്റ്റ് കൊണ്ടാണ് ഇവര് തമ്മിൽ തന്നെ. അതുകൊണ്ടാണ് റെസിഡ്യൂ സ്ട്രോങ് ഇന്ററാക്ഷൻ. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി വരുന്ന അല്ലെ, റിമൈൻസ് വരുന്നതാണ് റെസിഡ്യൂ എന്നില്ല. സോ അതാണ് റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻസ് ആക്ച്വലി പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നിങ്ങൾ എത്ര ഓർത്ത് വെക്കുക? റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഹാഡ്രോൺസുകൾക്കിടയിലുള്ള എന്താണ് ഫോഴ്സ് ആണ്. അവിടുത്തെ ഫോഴ്സ് കാരിയർ എന്ന് പറയുന്നത് പയോൺ ആണ്. സിംപ്ലി എന്താണ് ന്യൂക്ലിയസിന്റെ കേസാലേക്ക്, ന്യൂക്ലിയസിലുള്ള ഹാഡ്രോൺസുകളായിരിക്കും പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കമ്പൈൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ്. ഈ ഓരോ പ്രോട്ടോണിലുള്ള കോക്സിനെ കമ്പൈൻ ചെയ്ത് നിർത്തുന്നത്, ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ് ബൈ ദ ഫോഴ്സ് കാരിയർ ഗ്ലൂയോൺ. Now the strong interaction is very, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്ട്രോങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് cannot be breakable or it leads to the formation of a new particle. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരിക്കലും നമുക്ക് യു എന്ന് പറയുന്ന ഒരു കോർക്കിനൊറ്റയ്ക്ക് അല്ലെങ്കിൽ ഡൗൺ കോർക്കിനൊറ്റയ്ക്ക് നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈവൻ നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വേറെ ഒരു എന്താണ് ഏതെങ്കിലും UD അല്ലെങ്കിൽ യുബറൊക്കെ ചേർന്നിട്ട് മറ്റൊരു പാർട്ടിക്കിൾ ആവാന്, പുതിയ പാർട്ടിക്കിൾ ആവാന് നോക്കും. ദാറ്റ് ഈസ് കാൾഡ് കോർക്ക്. സോ കോർക്ക് കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോർക്കിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? Then this cork is not distance dependent. എന്തല്ലാതെ ഡിസ്റ്റൻസിൽ ദാറ്റ് മീൻസ് കോർക്കുകൾക്കിടയിലാണ് അത് പറഞ്ഞത്. ഓക്കെ, ഈ ഫോഴ്സ് അത്രയും സ്ട്രോങ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇനിയിപ്പോ 2 കോക്സ് അത്രയും അത് attract ചെയ്യാൻ which means that സ്ട്രോങ് ഫോഴ്സ്. നമ്മളിപ്പോ ജസ്റ്റ് എന്താണ് കോക്സ് വെച്ചിട്ടൊന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. സ്ട്രോങ് ഫോഴ്സ് 2 ടൈപ്പ് ഉണ്ട്. സ്ട്രോങ് ഇന്ററാക്ഷൻ ഫോഴ്സും റെസിഡ്യുവൽ സ്ട്രോങ് ഫോഴ്സും. അത് രണ്ടിലും ഫോഴ്സ് ആണ്. മറ്റതിലേക്ക് വരുമ്പോൾ റെസിഡ്യുവൽ സ്ട്രോങ് ഫോഴ്സിലാണെങ്കിൽ അവിടുത്തെ ഇതെന്ന് പറയുന്നത് കരിയർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പയോൺ ആണ്. അത് എന്തിനിടയിലുള്ള ഫോഴ്സ് ആണ്? ഹാഡ്രോൺസുകൾക്കിടയിലുള്ള ഫോഴ്സ് ആണ് റെസിഡ്യുവൽ സ്ട്രോങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സ്ട്രോങ് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഔട്ട് ഓഫ് ഓൾ ഫണ്ടമെന്റൽ ഫോഴ്സസ്. Now we move on to the last force, that is weak force. Just very simple. So weak force എന്ന് പറയുന്നത് it is 25 times stronger than the gravitational force. നമ്മൾ പറഞ്ഞു ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും 25 times stronger ആണ് എന്ന് പറയുന്നത് ആക്ച്വലി വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ സ്ട്രോങ് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ
അതുകൊണ്ടാണ് ഇതിന് വീക്ക് എന്ന് പേര് കൊടുക്കാൻ കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഫോഴ്സ്. ഓക്കെ, വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ബട്ട് സ്ട്രോങ് ഫോഴ്സ് വെച്ചിട്ടാണ് ഇതിന് വീക്ക് ഫോഴ്സ് എന്ന് പറയുന്ന പേര്. ആൻഡ് ഇറ്റ് ഗവേൺസ് ദ പാർട്ടിക്കിൾ ഡിക്കേ. നമുക്ക് നോക്കാം എന്താണ് ബീറ്റ. ഞാൻ പറഞ്ഞു വീക്ക് ഫോഴ്സ് എന്താണ് ഗവേൺസ് ചെയ്യുന്നത്, പാർട്ടിക്കിൾ ഡിക്കേ. ഓക്കെ, നമുക്ക് ബീറ്റ മൈനസ് ഡിക്കേ ഒന്ന് നോക്കാം. എന്താണ് ബീറ്റ മൈനസ് ഡിക്കേ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ബീറ്റ മൈനസ് ഡിക്കേ അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബീറ്റ മൈനസ് ഡിക്കേ ഇലക്ട്രോൺ ആണ് അവിടെ എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ, നൈട്രജൻ, മാസ് നമ്പർ ചേഞ്ച് നമ്മൾ പറഞ്ഞതാണല്ലേ ബീറ്റ മൈനസ് ഡിക്കേ. അതായത് ഒരു ന്യൂട്രോൺ മൈനസ് ഡിക്കേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ഇലക്ട്രോൺ ആന്റി ന്യൂട്രോണുമായിട്ടും മാറുന്ന പ്രോസസ് ആണ് ബീറ്റ ഡിക്കേ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ ഇപ്പൊ നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ എന്താണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 കോക്സ് U D D അല്ലെ? ഇങ്ങനെയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ന്യൂട്രോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ പ്രോട്ടോൺ എന്താണ്, പ്രോട്ടോൺ ഈസ് U U D അല്ലെ? U D D ആൻഡ് U U D. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒരു അപ്പ് കോർക്കും 2 ഡൗൺ കോർക്കുമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സ്ട്രക്ചർ എന്തായിട്ട് മാറി? 2 അപ്പ് കോർക്കും 1 ഡൗൺ കോർക്കുമായിട്ട് മാറി. അതല്ലേ ബീറ്റ മൈനസ് ഡിക്കേ സംഭവിച്ചിട്ടുള്ളത്. 1 അപ്പും 2 ഡൗണും ഉള്ളത് 2 അപ്പും 1 ഡൗണും ആയിട്ട് മാറി. വിച്ച് മീൻസ് ഒരു ഡൗൺ കോർക്ക്, നമ്മളുടെ ഈ ഡൗൺ കോർക്ക് എന്തായിട്ട് മാറി? ഒരു അപ്പ് കോർക്കായിട്ട് മാറി. ഡൗൺ കോർക്ക് അപ്പ് കോർക്കായിട്ട് ചേഞ്ച് ചെയ്തു. അതല്ലേ ബീറ്റ മൈനസ് ഡിക്കയിൽ നടന്നത്. സ്ട്രക്ചർ വൈസ് നോക്കുകയാണ്, കോക്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ കോർക്ക് അപ്പ് കോർക്കായിട്ട് ചേഞ്ച് ചെയ്തു. ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? വീക്ക് ഇന്ററാക്ഷൻ ഫോഴ്സ് ആണ്. അതായത് the only interaction in which a cork can change from one form to another അല്ലെങ്കിൽ one flavor from another flavor in weaker interaction. അതായത് ഒരു കോർക്ക് ഫ്ലേവർ നമ്മൾ എന്താണ് 6 മെയിൻ ആയിട്ടും 6 കോർക്ക് ഉണ്ട്. അപ്പ്, ഡൗൺ, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ട് ചാമ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഡൗൺ ഓപ്പൺ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡൗൺ കോർക്ക് എന്തായിട്ട് മാറി? അപ്പ് കോർക്കായിട്ട് മാറി. അതായത് ഒരു ഫ്ലേവറിലുള്ള കോർക്ക് ഒരു ഫ്ലേവറിലേക്ക് ചേഞ്ച് ചെയ്തു. ഇത് ഏത് ഇന്ററാക്ഷനിൽ മാത്രമേ പോസിബിൾ ആകുള്ളൂ? വീക്ക് ഇന്ററാക്ഷനിൽ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ കൂടി ഇത് പോസിബിൾ അല്ല. ഓക്കെ, സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, പുതിയ കോക്സുകളുടെ എന്താണ് സ്ട്രക്ചർ മാറിയിട്ട് ഡിഫറെന്റ് പുതിയ കോക്സുകൾ ഉണ്ടാകാം. പക്ഷെ ഒന്ന് മറ്റൊന്നായിട്ട് ചേഞ്ച് ചെയ്യില്ല. അങ്ങനെ ഏതിൽ മാത്രമേ നടക്കുള്ളൂ? വീക്ക് ഇന്ററാക്ഷനിൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, സ്ട്രോങ് ഇന്ററാക്ഷൻ പ്രകാരം പുതിയ കോക്സുകൾ മേ ബി ഫോം ചെയ്തേക്കാം. പക്ഷെ ഒരു ഡൗൺ കോർക്ക് അപ്പ് കോർക്കായിട്ട് മാറുക, അല്ലെങ്കിൽ അപ്പ് കോർക്ക് ബോട്ടം കോർക്കായിട്ട് മാറുക. അങ്ങനെ എന്താണ് ഒരു കോർക്കിന്റെ ഫോമിൽ നിന്നും മറ്റൊരു കോർക്കിലേക്ക് മാറുക. ഇറ്റ് ഓൺലി പോസിബിൾ ഇൻ വീക്ക് ഇന്ററാക്ഷൻ. അവിടെയാണ് വീക്ക് ഇന്ററാക്ഷൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മളെ ബീറ്റ മൈനസ് ഡിക്കേ വെരി കോമൺ പ്രോസസ് ആണ് ബീറ്റ ഡിക്കേ എന്ന് പറഞ്ഞാൽ. ആ ബീറ്റ ഡിക്കേയിൽ അപ്പൊ എന്താ നടക്കുന്നത്? ഒരു ഡൗൺ കോർക്ക് അപ്പ് കോർക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നു. എ ഡൗൺ കോർക്ക് ചേഞ്ചസ് ഇൻ ടു അപ്പ് കോർക്ക്. And the change of cork is not possible in strong force. Strong force അത് possible അല്ല. It only possible in weak interactions. And this weak interactions are mediated by, നമ്മൾ പറഞ്ഞു എല്ലാത്തിലും എന്തുണ്ട്, എല്ലാ ഇന്ററാക്ഷനെയും മീഡിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് കാരിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? അപ്പൊ വീക്ക് ഇന്ററാക്ഷൻസിലെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് W plus W minus Z0 and Z minus, they are the vector bosons. Okay, അപ്പൊ ഇവരാണ് ഇവിടുത്തെ വീക്ക് ഇന്ററാക്ഷൻസിലെ മീഡിയേറ്റഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫോഴ്സ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. And weak is explained by force ചെയ്യുന്നത് ഇലക്ട്രോ വീക്ക് തിയറി പ്രകാരമാണ്. വിത്തൗട്ട് വീക്ക് ഫ്യൂഷൻ വീക്ക് ഫോഴ്സ് ഇല്ലെങ്കിൽ സണ്ണിനകത്ത് ന്യൂക്ലിയർ ഫിഷൻ പോലും സംഭവിക്കില്ല എന്നാ പറയുന്നത്. കാരണം എന്താന്ന് നോക്കിയേ, പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ
gives എന്ത് ചെയ്യുന്നു, 2 പ്രോട്ടോണുകൾ കൂടി ചേർന്നിട്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ സണ്ണിനകത്ത് നടക്കുന്ന പറയുന്നത് 2 പ്രോട്ടോണുകൾ കൂടിയിട്ട് എന്താവുന്നു, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും പിന്നെ എന്താവുന്നു, ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോൺ ന്യൂട്രോണായിട്ട് മാറുന്നു. ഓക്കെ, ഈ പ്രോസസ്സ് എന്താണ്, 2 പ്രോട്ടോൺ കൂടി ചേർന്നിട്ട് ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ, അതായത് ഒരു ന്യൂക്ലിയോൺ അല്ലെ, പ്രോട്ടോൺ ഇലക്ട്രോൺ അല്ല സോറി പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂക്ലിയോൺ, ഒരു ന്യൂക്ലിയസ്, അത് പ്ലസ് എന്താണ് പോസിട്രോൺ പ്ലസ് ഇലക്ട്രോൺ ന്യൂട്രോൺ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നോക്കിയേ, 2 പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ, യു യു ഡി ആണ് അല്ലെ, ഇത് വീണ്ടും യു യു ഡി ആണ്. പക്ഷെ ഇവിടെ എന്താണ് ഉണ്ടായത്, ഒരു പ്രോട്ടോൺ, അതൊക്കെ അതുപോലെ തന്നെ ഉണ്ടായി. പിന്നെ ആരുണ്ടായിട്ടുള്ളത്, ന്യൂട്രോൺ ആണ്, ദാറ്റ് ഈസ് യു ഡി ഡി അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ ഉള്ള അപ് കോർക്ക് ഇവിടെ എത്തിയപ്പോ എന്തായി, ഡൗൺ കോർക്ക് ആയിട്ട് മാറി അല്ലെ. ദാറ്റ് മീൻസ് ചേഞ്ച് ഓഫ് കോർക്ക് എന്താണ്, ചേഞ്ച് ഓഫ് കോർക്ക് ഫ്രം അപ് ടു ഡൗൺ, അതായത് കോർക്കിന്റെ ഫോം മാറി, വിച്ച് ഈസ് ഓൺലി പോസിബിൾ ഇൻ വീക്ക് ഫോഴ്സ്. കണ്ടോ, അത് ഏതിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ, വീക്ക് ഫോഴ്സിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. ഓക്കെ, അവിടെയാണ് വീക്ക് ഇന്ററാക്ഷൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ, സണ്ണിലെ ന്യൂക്ലിയർ ഫ്യൂഷൻ അടക്കം എന്താണ് റെസ്പോൺസിബിൾ, വീക്ക് ഇന്ററാക്ഷൻ ആണ്. ആ ഒരു വീക്ക് ഇന്ററാക്ഷൻ ഇവിടെ നടന്നത് കൊണ്ടാണ് എന്താണ്, ഈ അപ് കോർക്ക് ഡൗൺ കോർക്കായി മാറിയിട്ട് ഇവിടെ ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂക്ലിയസ് ഉണ്ടായത്. ഓക്കെ, സോ അതാണ് വീക്ക് ഇന്ററാക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ്. ഇത്ര ഓർത്ത് വെക്കുക, വീക്ക് ഇന്ററാക്ഷൻസിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ചേഞ്ച് ഓഫ് കോർക്ക് ഫ്രം വൺ ഫോം ടു അനദർ. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ എന്ത് ഇറ്റ് ഈസ് ലെഡ് ബൈ ദ വീക്ക് ഇന്ററാക്ഷൻ ഫോഴ്സ്. ദെൻ മറ്റു കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ വീക്ക് ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് നെസസറി ഫോർ റേഡിയോ ആക്റ്റീവ് പ്രോസസ് ആൻഡ് വീക്ക് ഫോഴ്സ് വയലേറ്റ് പാരിറ്റി കൺസർവേഷൻസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനി ഇത് ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത് മാത്രം ഡിസ്കസ് ചെയ്യണം. അതായത് വീക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ബീറ്റ എന്താണ്, ഡികെയിൽ ഉള്ള പാരിറ്റി വയലേഷൻ. ഓക്കെ, വീക്ക് ഫോഴ്സ് എന്തുകൊണ്ടാണ് പാരിറ്റി കൺസർവ് ചെയ്യുന്നില്ല, ഇറ്റ് വയലേറ്റ് ദ പാരിറ്റി കൺസർവേഷൻ. അതിന്റെ റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം വിത്ത് വു എക്സ്പെരിമെന്റ് അല്ലെ, വുന്റെ എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാണ്ട്. ദെൻ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ദാറ്റ് മീൻസ് അതായത് എന്താണ്, ഇപ്പൊ ഒരു ന്യൂക്ലിയസ് എടുത്ത് നോക്കിയാൽ എന്താണ്, ഇപ്പൊ നോക്കിയേ, ഒരു പ്രോട്ടോൺ നമ്പർ 30, ന്യൂട്രോൺ നമ്പർ 1, അങ്ങനെ ഒരു കേസ് ഉണ്ടോ, ഇല്ലല്ലോ. അതായത് ഏതൊരു ആറ്റം എടുത്ത് നോക്കിയാലും ഓൾമോസ്റ്റ് എന്താണ്, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ നമ്പർ എന്താണ് ഓൾമോസ്റ്റ് അടുത്താണ്. ഇപ്പൊ ഒരു 30 to 40 അങ്ങനെയൊക്കെ മേ ബി വരാം, അല്ലാതെ ഇത്രയും ഒരു അല്ലെ ഡിഫറൻസ് എന്തില്ല, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പേഴ്സിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിന് എന്താണ് കാരണം, എന്ത് തന്നെയാണ് ഈ വീക്ക് ഇന്ററാക്ഷൻ ഫോഴ്സ് ആണ് പറയുന്നത്. കാരണം എന്താ, ഇപ്പൊ സപ്പോസ് പ്രോട്ടോൺ ആണ് കൂടുതൽ എന്ന് വിചാരിക്കുക, പ്രോട്ടോൺ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടോൺ എന്തായിട്ട് മാറും, കുറച്ച് ന്യൂട്രോൺ ആയിട്ട് മാറും. അതായത് എന്താണ്, കോർക്കിന്റെ ചേഞ്ച് സംഭവിക്കും. അത് ഏതിൽ മാത്രമേ നടക്കുള്ളൂ, വീക്ക് ഇന്ററാക്ഷൻ വഴിയല്ലേ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വീക്ക് ഇന്ററാക്ഷൻ ആണ് എന്തിനു കൂടെ കാരണം, അതായത് ആറ്റത്തിൽ എല്ലാ എന്താണ് ഇതിലും ഓൾമോസ്റ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആവാൻ കാരണവും നമ്മളുടെ വീക്ക് ഇന്ററാക്ഷൻ ആണ്. കാരണം അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു കോക്കിനെ മറ്റൊരു കോക്കായിട്ട് ചേഞ്ച് ചെയ്യാനുള്ളതുണ്ട്. ദാറ്റ് മീൻസ് പ്രോട്ടോണിനെ ന്യൂട്രോൺ ആക്കി മാറ്റാൻ പറ്റും ബൈ ഇൻ വീക്ക് ഇന്ററാക്ഷൻസ്. ഓക്കെ, that's all about weak interaction. So നമ്മൾ ഇതിന്റെ ഓർഡേഴ്സ് പഠിക്കണം. ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ വീക്ക് ഇന്ററാക്ഷൻ, ദെൻ നമ്മൾ നെക്സ്റ്റ് പഠിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ, ദെൻ ഏറ്റവും സ്ട്രോങ്സ്റ്റ് സ്ട്രോങ് ഫോഴ്സ്. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് ദ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. സോ ഇപ്പൊ നമ്മള് ഇന്നത്തോടു കൂടി നമ്മള് പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ഇതിന്റെ ബേസിസിലുള്ള സ്പിന്നിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതിലെ കുറച്ച് കൺസർവേഷൻ ലോസ് പറഞ്ഞു, ദെൻ ഫണ്ടമെന്റൽ ഫോഴ്സസ് പറഞ്ഞു. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിൽ നമ്മൾ കോക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഇനിയുള്ളത് കോക്സിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, എന്താണ് കളർ ഇതൊക്കെ, ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ലേറ്റ് ഫോൾഡ് വേ ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ.